ദിനു, ഇവിടെ ശിവരാജൻ പറയുന്നത് ദേശീയ പതാക മാറ്റി ആർ എസ് എസിന്റെ ഈ പറയുന്ന കാവിധ്വജം, ഭഗവധ്വജം ഉണ്ടല്ലോ, കാവിക്കൊടി ആക്കണമെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ പച്ചപ്പതാക പിടിക്കണമെന്നും പറയുന്നു. ശിവൻകുട്ടി പോട്ടെ, അദ്ദേഹത്തിന്റെ പ്രായത്തിലും പക്വതയിലും അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്നൊക്കെ കരുതി വിടാം. അത് വി പി ഇവിടെ നിന്ന് അതൊരു തമാശയായിട്ട് കരുതിയാൽ മതി എന്ന് പറയുന്നത് പോലെയാണോ കാര്യം? അതോ ആർ എസ് എസിന്റെ ഗവർണർ അർലേക്കർ രാജ്ഭവനിൽ നടപ്പാക്കുന്നത് ഒന്നാം തരം അക്കാദമിക് അജണ്ടയാണെന്ന കാര്യം ശിവരാജൻ ചേട്ടൻ അറിയാതെ പറഞ്ഞു പോയതാണോ ദിനു? നേരത്തെ ഇവിടെ BJP പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ദിരാഗാന്ധി ഇന്ത്യക്കകത്തുള്ള ഏതോ ഭാരതമാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ. ഇന്ത്യക്കകത്ത് ഒരു ക്ഷേത്രം മാത്രമല്ല, ഭാരതമാതാവിനെ ആരാധിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഇന്ത്യക്കകത്തൊക്കെ ഉണ്ട്. അവനവൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും നടത്താൻ എല്ലാ മനുഷ്യരും ഇന്ത്യക്കകത്ത് ഭരണഘടന നൽകുന്ന അനുവാദമുണ്ട്. അത് ഒരുപക്ഷെ ഈ പറയുന്ന ഗവർണർ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ ബെഡ്റൂമിലോ വീട്ടിലെ പൂജാ റൂമിലോ കൊണ്ടുപോയി ഭാരതമാതാവിനെ വെക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിരഭിപ്രായമില്ല. എന്നാൽ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനത്തിനകത്തേക്ക് മതത്തെയും മതവർഗീയതയും കൊണ്ടുവരാൻ വേണ്ടി ഒരു ഗവർണർക്കും അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സ്പേസിൽ, പ്രൈവറ്റ് സോണിൽ എന്തുമാവാം. പക്ഷെ ഒരു പബ്ലിക് സ്പേസിനകത്ത്, ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് ഇന്ത്യയുടെ ഭാരതമാത എന്ന് പറഞ്ഞുകൊണ്ട് RSS ഉണ്ടാക്കിയെടുത്തുള്ള സങ്കല്പത്തെ വെക്കാൻ യാതൊരു അധികാരവും അദ്ദേഹത്തിനില്ല. അതൊട്ട് സമ്മതിച്ച് തരാനും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദുരാഷ്ട്രം വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാംസ്കാരിക യുദ്ധത്തിനകത്ത് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ തീർച്ചയായും പക്ഷം ചേരുന്നത് ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂടിയല്ല, മറിച്ച് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനാധിപത്യ ഇന്ത്യയെ തുടർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന് കൃത്യമായ ഒരു ചരിത്രം കൂടിയുണ്ട്. 1905 KM മുൻഷി എന്ന് പറയുന്ന ഗുജറാത്തിൽ നിന്നുള്ള പൊളിറ്റീഷ്യൻ അരബിന്ദോ ഘോഷിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരാൾ ദേശസ്നേഹി ആവുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദു നാഷണലിസത്തിന്റെ ഒക്കെ ഭാഗമായി നിന്ന് അരബിന്ദോ ഘോഷ് മറുപടി പറയുന്നത് ഒരു മാപ്പ് കാണിച്ചുകൊണ്ട്, ഈ മാപ്പ് കണ്ടില്ലേ, ഇത് ഭാരതമാതാവാണ്, ഭാരതത്തെ മാതാവായി കണ്ട് നവതീർത്ഥ ഭക്തിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരാൾ ദേശസ്നേഹി ആവുന്നു എന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഇത്രയ്ക്കൊക്കെ ദേശസ്നേഹം കാണിക്കാൻ അറിയൂന്നേ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയല്ല ജനാധിപത്യ വിശ്വാസികൾ ദേശസ്നേഹം കാണിച്ചിട്ടുള്ളത്. 1911 തൊട്ട് മങ്കർ മസാക്കറിൽ ആയിരക്കണക്കിന് ആദിവാസി വിഭാഗത്തിലെ ആളുകൾ ജീവൻ ബലി കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത യാതൊരു രീതിയിലുള്ള അനുഭവ സമ്പത്തുമില്ലാത്ത ഈ ആളുകൾക്ക് ആകെ ദേശസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അരബിന്ദോ ഘോഷൊക്കെ പറഞ്ഞ പോലെയുള്ള ഇന്ത്യയുടെ പതാക മാറ്റിവെച്ചുകൊണ്ടുള്ള, മറ്റൊരു പതാകയെ വെച്ചുകൊണ്ടുള്ള, ഭാരതാംബ ഫിഗറിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു അധ്യായമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ നാട്ടിലും ചെന്ന് ഗ്രാമപ്രദേശത്ത് പോയി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരാണ്, എന്താണ് ഭാരതമാതാവെന്ന്. എന്നിട്ട് അദ്ദേഹം പല ആളുകൾ ദേവിയെന്നും പല ആളുകൾ കൃഷിയെന്നും പല ആളുകൾ പല രീതിയിലുള്ള ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുന്ന ഉത്തരം ഭാരതമാതാവ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണെന്നാണ്. അതായത് നജീബിന്റെയും അഖ്ലാഖിന്റെയും ജുനൈദിന്റെയും ഉമ്മമാരൊക്കെ അടങ്ങുന്നതാണ് ഭാരതമാതാവ് എന്ന് പറയുന്നത്. ഇവിടെ രോഹിത് വെമുലയുടെ അമ്മ കൂടി അടങ്ങുന്നതാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആസിഫയുടെയും നിങ്ങൾ കൊന്നൊടുക്കിയിട്ടുള്ള ഓരോ മനുഷ്യരുടെയും, ആ മനുഷ്യരുടെ ഒക്കെ മാതാപിതാക്കൾ കൂടി ഉൾക്കൊണ്ടതാണ്, ആ മനുഷ്യരുടെ ഒക്കെ തന്നെ പൗരത്വം കൂടി ഉൾക്കൊണ്ടതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയെ ഏകദാനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഒതുക്കാൻ വേണ്ടി സമ്മതിക്കില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ കവിയായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ, അദ്ദേഹം 1937 സുഭാഷ് ചന്ദ്രബോസിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് വന്ദേ മാതരം എന്ന് പറയുന്നത് ദേശീയ ഗീതമാക്കി മാറ്റരുതെന്നാണ് രവീന്ദ്രനാഥ ടാഗോർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ടാഗോർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ദുർഗാ സങ്കല്പത്തെ മാത്രമാണ് പ്രകീർത്തിക്കുന്നത്. ഇവിടെ ആനന്ദമഠം എന്ന് പറയുന്ന ലിറ്റററി വർക്കിൽ, നോവലിൽ നിങ്ങൾ ഇത് ഉൾപ്പെടുത്തിക്കോളൂ. പക്ഷെ എല്ലാ മതവിഭാഗങ്ങളും വന്നിരിക്കുന്ന ഒരു പാർലമെന്റ് മന്ദിരത്തിൽ, എല്ലാ വിഭാഗക്കാരും വന്നിരിക്കേണ്ട ഒരു പാർലമെന്റ് മന്ദിരത്തിൽ ഒരു കാരണവശാലും ഒരു ദുർഗാഗീതം മാത്രമായിട്ടുള്ള ഒരു ഗീതത്തെ ഉപയോഗിക്കരുതെന്ന് കത്തെഴുതിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ലെഗസി നമുക്കുണ്ട്. ചരിത്രം നോക്കി അങ്ങോട്ട് പിന്നോട്ടേക്ക് പോകാം. ഇവിടെ നോക്കൂ, ഇവിടെ ഇന്നിപ്പോ BJP ഒരു പരിപാടിയുടെ ആദ്യ ഫ്ലക്സിൽ ഈ പറയുന്ന രീതിയിൽ ആ കാവി പതാക മാറ്റി അവർ ത്രിവർണ്ണ പതാക പിടിച്ചു കൊടുത്തു. അതിനുശേഷം അതിന്റെ പിന്നിൽ കാണുന്ന ഈ പറഞ്ഞ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന അത് മാറ്റി നമ്മുടെ ഒറിജിനൽ ഭൂപടം കൊടുത്തു. ദിനു, ഇതിനേക്കാൾ ഭീകര പ്രശ്നമാണ്, ആ കാവിക്കൊടിയേക്കാൾ ഭീകര പ്രശ്നമാണ് പിന്നിൽ കാണുന്ന അഖണ്ഡ ഭാരതം. ഏതൊക്കെയാണ് രാഷ്ട്രങ്ങൾ? പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന ഈ നമ്മൾ തെമ്മാടി രാഷ്ട്രം, ശത്രുരാഷ്ട്രം എന്നൊക്കെ വിളിക്കുന്ന പാകിസ്ഥാനെ ഉൾച്ചേർന്ന് ഒരു മഹത്തായ രാജ്യം സ്വപ്നം കാണുന്നവരാണ് ശ്രീ VP ശ്രീപത്മനാഭന്റെ പാർട്ടിയും കൂട്ടരും. ദിനു,
തീർച്ചയായിട്ടും നിരന്തരം പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ മാപ്പും വെച്ചിട്ടാണല്ലോ ഈ മനുഷ്യർ നിൽക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ പിടിച്ചടക്കാനും ആ പ്രദേശങ്ങളിലേക്ക് കൂടി ഹിന്ദുത്വ രാഷ്ട്രം വ്യാപിക്കണം എന്ന് പറയുന്ന ആഗ്രഹം തന്നെയാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇവർ ഈ പറയുന്ന ഭാരതമാതാ സങ്കല്പം എന്നുണ്ടായതാണ്? ഇതിന് എത്ര കാലത്തെ പഴക്കമുണ്ട്? രവിവർമ്മ ഫൈൻ ആർട്ട് ലിറ്റോഗ്രഫി പ്രസ് 1894 വരികയും കൽക്കറ്റ ആർട്ട് സ്റ്റുഡിയോ 1878 ചിത്രശാല പ്രസ് മഹാരാഷ്ട്രയിലും വന്നിട്ടുള്ള 100-200 വർഷത്തിന്റെ പഴക്കം മാത്രമേ ഉള്ളൂന്നേ നിങ്ങൾ പറയുന്ന ഈ ഭാരതമാതാ ഇമേജിന്. ഇതിന് ഏറെ കാലം മുമ്പ് ഈ രാജ്യത്തിനകത്ത് പൗരരായിക്കൊണ്ട് മനുഷ്യർ ജീവിച്ചിട്ടുണ്ടെന്നേ. ഈ മനുഷ്യരുടെയും അവർ നടത്തിയുള്ള ധീരോജ്വലമായുള്ള ത്യാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത്. അവിടെ നിങ്ങളുടെ ഈ അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ വകവെക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഭാഗമായി കൃത്യമായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ അഖണ്ഡ ഭാരത സങ്കല്പവും നിങ്ങളുടെ ഈ കാവിക്കൊടിയും ഒക്കെ തന്നെ കയ്യിൽ വെക്കുക. ഇന്ത്യക്കകത്ത് ശക്തമായ ഒരു ഭരണഘടനയും സ്വാതന്ത്ര്യ സമരത്തിന്റെ വീര്യവും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ പതാകയും ഇന്ത്യയുടെ ഭരണഘടനയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പൗരർ എന്ന് വിചാരിക്കുന്ന മനുഷ്യർ പൊരുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വി പി, ഈ നിങ്ങൾ BJP ആദ്യം ഈ പറയുന്ന ഈ വാർത്ത കണ്ട് പേടിച്ചപ്പോഴേക്കും അതിൻ്റെ സമരത്തിൻ്റെ ആദ്യത്തെ പരസ്യ പലകയിൽ കാവിക്കൊടിയൊക്കെ അങ്ങ് മാറ്റി ദേശീയ പതാക വെച്ചു കൊടുത്തു. നൈസായിട്ട് ബാക്കി രാജ്ഭവനിലെ അഖണ്ഡ ഭാരതം എടുത്തു മാറ്റി നമ്മുടെ ഒറിജിനൽ ഭരണഘടനാപരമായ നമ്മുടെ ഭൂപടം വെച്ചു. അത് വാർത്തയായപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്ക് പിന്നെ വീണ്ടും കാവിക്കൊടി തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴും അഖണ്ഡ ഭാരതം വന്നില്ല കേട്ടോ. കാവിക്കൊടി തിരിച്ചു വന്നു. ഇന്ത്യയുടെ എന്താണ് ഒറിജിനൽ മാപ്പും കാവിക്കൊടിയും. അത് നിങ്ങളുടെ ഇടയിലെ കൺഫ്യൂഷൻ തീർക്ക്. അഖണ്ഡ ഭാരതം വേണോ അതോ നമ്മുടെ ഭാരതം മതിയോ എന്ന തീരുമാനം നിങ്ങൾ അത് തീർപ്പുണ്ടാക്കുക ശ്രീ VP. ഇപ്പൊ സംസാരിച്ച ആൾ ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളാണ്? ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, സ്ക്രീനില്ല, അതുകൊണ്ട് ചോദിക്കും. രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളല്ല, ദിനു എന്നാണ് പേര്. പറയാവോ? ഒരു ദിനു എന്നാണ് പേര്. ആരാ? അദ്ദേഹം ആരും ആയിക്കോട്ടെ. ഏതോ മാർക്സിസ്റ്റുകാരനെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നല്ലേ? മാർക്സിസ്റ്റ്. അയ്യോ പാവം. 1.71% വോട്ട് പഠിപ്പിക്കുക. ഹാഷ്മി അയ്യോ അറിഞ്ഞില്ല. കോൺഗ്രസ്സുകാര് സെക്രട്ടറിയെ നിർത്തി തോൽപ്പിച്ച് അദ്ദേഹത്തെ നാണം കെടുത്തിയപ്പോൾ ഞാനൊന്ന് പറഞ്ഞു. അപഹസിക്കല്ലേ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ അപഹസിക്കാമോ? പറയട്ടെ ഹാഷ്മി പറഞ്ഞോട്ടെ. സിലാക്കാർ ടീ അത് നല്ല ഗുളികയാണ് BP-ക്ക്. ഞാൻ പറയട്ടെ, സിലാക്കാർ ടീ നല്ല ഗുളികയാണ് BP-ക്ക്. ഞാൻ പറഞ്ഞുതരാം. അംബേദ്കർ 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. അതുകൊണ്ടാണ് എൻ്റെ ട്രസ്റ്റ് സ്വന്തമായിട്ടല്ല. ജനൌഷധി 2 ഞങ്ങൾ നടത്തുന്നുണ്ട് ട്രസ്റ്റ്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് ഗുണമുള്ള പണിയെടുക്കുന്നതിനെ കൊണ്ട് പറഞ്ഞതാണ്. നരേന്ദ്രമോദി സർക്കാർ തുച്ഛമായ വിലയ്ക്ക് മരുന്ന് കൊടുക്കുന്ന സ്ഥാപനം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ 1952 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയെ നിർത്തി അംബേദ്കറെ തോൽപ്പിച്ചപ്പോൾ 54 ഉപതെരഞ്ഞെടുപ്പിൽ അംബേദ്കർ മത്സരിച്ചപ്പോൾ കൂടെ നിൽക്കാൻ ഞങ്ങൾ ജനസംഘക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദത്തോപ്പാൻ തേങ്കിടിയായിരുന്നു ചീഫ് ഇലക്ഷൻ ഏജന്റ്. ദത്തോപ്പാൻ തേങ്കിടി, മനസ്സിലായിക്കോ? അപ്പൊ ഞങ്ങളടുത്ത് അംബേദ്കറിസം പറഞ്ഞ് വരരുത്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം RPI ജനസംഘത്തിന്റെ സഖ്യകക്ഷിയാണ്. ഇന്നും RPI രാംദാസ് അത്വാലെ നേതൃത്വം കൊടുക്കുന്ന RPI ഇന്നും ഞങ്ങളുടെ സഖ്യകക്ഷി കേട്ടോ. അംബേദ്കറിസം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. ഞങ്ങൾ കൂടെ നിന്നവരാ, അംബേദ്കറുടെ കൂടെ നിന്നവരാ ഞങ്ങൾ. അദ്ദേഹം ഭരണഘടനാ സഭയിൽ എത്തിയത് പൂനെയിൽ നിന്നുള്ള ഹിന്ദു മഹാസഭയുടെ വ്യക്തി രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് വിഷയത്തിലോട്ട് വാ. ദിനു പറഞ്ഞതിന് ചോദ്യത്തിന് മറുപടി ഉണ്ടോ? കോൺഗ്രസ്സുകാർ തടഞ്ഞു. ദിനു ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? നമുക്ക് ചരിത്രത്തിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് ദിനു പറഞ്ഞ കാര്യത്തിലേക്ക് മറുപടി ഉണ്ടോ? നമുക്കൊരു ശക്തമായ ഭരണഘടനയുണ്ട്, നമുക്കൊരു ശക്തമായ പതാകയുണ്ട്, നമുക്ക് ശക്തമായ ദേശീയ സിംബലുകളുണ്ട്. അതിന്റെ മോളിൽ കൊണ്ട് ഈ പറഞ്ഞ അഖണ്ഡ ഉടായ്പ കൊണ്ട് വെക്കാവോ VP? അതിന്റെ മോളിൽ കൊണ്ട് ഈ അഖണ്ഡ ഉടായ്പ വെക്കാവോ? താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഈ ഓരോ ഇടതുപക്ഷക്കാരെ അംബേദ്കറായിട്ട് മറ്റ് വേഷം കെട്ടിച്ച് കൊണ്ടുവരരുത് ഞങ്ങളടുത്തേക്ക്. കാരണം ഞങ്ങൾ അവസാന കാലം അംബേദ്കർ ഞങ്ങളുടെ കൂടെയായിരുന്നു. RPI ജനസംഘത്തിൻ്റെ സഖ്യകക്ഷിയായിരുന്നു. ഈ ജാതി അഭ്യാസമൊന്നും ജനസംഘക്കാരോടും BJP-ക്കാരോടും വേണ്ട, നടക്കൂല. വെറുതെ അല്ല 1.71% വോട്ട് വാങ്ങി മൂലക്കിരിക്കുന്നത് മാർക്സിസ്റ്റുകാർ. ഈ ജാതി വേഷക്കെട്ട് നടത്തിയിട്ടാ. നേരിട്ട് വാ, നമുക്ക് സംസാരിക്കാം. എന്തിനാ ഈ മാരീജന്റെ പണി? മാരീജന്മാരെ കൊണ്ടുവരല്ല ഹാഷ്മി, മാരീജന്മാരെ കൊണ്ടുവരല്ല. ഞാൻ വിളിച്ച എന്റെ അതിഥിയാണ് ദിനു. അറിയാലോ അല്ലേ? ഞാൻ വിളിച്ച എന്റെ അതിഥിയാണ്
ദിനു, ആ ദിനുവിനെ പാനലിരുന്ന് വൃത്തികേട് പറയാനും ആയിക്കോട്ടെ. അധിക്ഷേപിക്കാനും വേഷം കെട്ട ആളാണെന്നും അതിനെന്താ? മാരീജനാണെന്നും അതിനെന്താ? വിളിക്കാൻ VP ഞാൻ അനുവദിക്കുന്നില്ല. ഞാൻ വൃത്തികേടൊന്നല്ല പറഞ്ഞത്. വൃത്തികേടാണ് എന്റെ പറഞ്ഞത്. പാർട്ടിയെ പറ്റി, എന്റെ ഓ, പാർട്ടിയെ താങ്കളുടെ പറ്റി പാർട്ടിയെ പറ്റി ഒന്നും അനാവശ്യം പറഞ്ഞില്ല. പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കും. അത് നടക്കൂല. അതിന് മറുപടിയാ പറയണ്ടേ? നടക്കൂല. മറുപടി ഇല്ലാത്തപ്പോഴാണ് ആ, VP വന്ന് ഒരു ചെറുപ്പക്കാരനെ പിന്നെ അധിക്ഷേപിക്കുന്നത്. ചെറുപ്പക്കാരൻ വേഷം അതെ, കെട്ടുകാരനാണെന്ന് പറയുന്നത്. അതന്നെയാണ് പ്രായത്തിന്റെ പക്വത കാണിക്കും VP. അങ്ങനെ സിലാക്കാട്ട് ഡി അവരുടെ കഴിക്ക് പ്രായത്തിന്റെ പക്വത കാണിക്കും. ബി.ജെ.പിയെ ധാരടിക്കാൻ മാരീജന്മാരെ കൂട്ടി വരരുത്. കോൺഗ്രസ്സുകാരുണ്ടല്ലോ, നൗഷാദ് അലി, ഞാൻ സംസാരിക്കാം. കോൺഗ്രസ്സുകാരുടെ രാഷ്ട്രീയം പറയാം. ദിനു വ്യക്തിപരമായിട്ട് മറുപടി. വേഷക്കെട്ട് വേണം. ദിനു വ്യക്തിപരമായതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി. ദിനുവിന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് എന്താണ് വ്യക്തിപരമായ കടന്നാക്രമണം. എങ്കിലും മറുപടി പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൊറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഉണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് ഇത്തരം ചൊറികൾ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പം അത് വളരെ നല്ലതായിരിക്കും BJPയുടെ ആൾ കഴിച്ചാലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അംബേദ്കർ എന്തെങ്കിലും പിന്തുണ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടല്ലല്ലോ ചർച്ചയുടെ കൃത്യമായ വിഷയമുണ്ട്. നിങ്ങൾക്കൊക്കെ ഉള്ളത് വളരെ കൃത്യമായ റിഡിൽസ് ഓഫ് ഹിന്ദുയിസം എന്ന് പറയുന്നത് അടക്കമുള്ള പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായ എല്ലാ വോളിയത്തിനകത്തും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാരീജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്ന ആളുകളൊന്നും അല്ലെന്നേ. ഞങ്ങൾ രാവണന്റെ ഒക്കെ ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല നിങ്ങൾ മാരീജൻ എന്നൊന്നും പറയുന്ന സമയത്ത്. അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള ഇന്ത്യൻ പതാകയെയും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള എല്ലാ മതക്കാർക്കും പിന്തുടരാൻ പറ്റുന്ന ഭാരത സങ്കല്പത്തെയും ഉൾക്കൊള്ളാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു പറ്റ മനുഷ്യരെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കാൻ വേണ്ടി ആദ്യം തന്നെ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ വേണ്ടി പഠിക്കണം. ഇത് രണ്ടുമില്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന പാനലിസ്റ്റിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം സഹതാപം. ശരി, ദിനു, ഞാൻ എത്താം.